ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിലൊരു അരിയുണ്ട ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അരിയുണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരി നന്നായിട്ട് ഞാനിവിടെ കഴുകിയെടുത്ത് മാറ്റി വെച്ച് നമുക്ക് വേണ്ടത്ര എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 6-7 ഏലയ്ക്ക, കുറച്ച് ശർക്കര. ഞാനിവിടെ ഒരു 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ചെറിയ ശർക്കരയായിരുന്നു കേട്ടോ. അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് അരിയിട്ട് കുറേശ്ശെ വറുത്തെടുക്കുക. നന്നായിട്ട് പൊട്ടി വരും, ആ രീതിയിൽ വറുത്തെടുത്ത് നന്നായിട്ട് അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു തരി പോലും ഇല്ലാതെ പൊടിച്ചെടുക്കുമ്പോൾ പൊടിച്ചെടുത്തെല്ലാം കഴിഞ്ഞിട്ട് ആ പൊടി ശകലം ഒരു കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഈ രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം, ഒരു തരി പോലും ഇല്ലാതെ. പിന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ ആ കുറച്ച് പൊടി, മിക്സി ജാറ് വലിയ ജാറാണെങ്കിൽ മൊത്തം കൂടെ പൊടി ഇടാം. എൻ്റെ ചെറിയ ജാറാണ്, അതുകൊണ്ട് കുറേശ്ശേ ഇടുന്നുള്ളൂ. ആദ്യം കുറച്ച് പൊടി, അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇടുക. ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരു തവണ ഒന്ന് കറക്കി വെച്ചു. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ശകലം ഈ ഒരു പരുവത്തിൽ ആയി കഴിയുമ്പോഴത്തേക്കും എന്നിട്ടൊന്ന് നോക്കണം, നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന രീതിയാണോ അതോ പൊടിഞ്ഞു പോകുന്നുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യണം. പൊടിഞ്ഞു പോകുന്ന രീതിയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തേങ്ങ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു രീതി ആവണം, എങ്കിൽ മാത്രമേ അരിയുണ്ട കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്, ഉരുട്ടി എടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ അത് ആ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ, ആ പൊടിയിലൊന്നിട്ട് ഒന്ന് മുക്കി ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അരിയുണ്ടയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.